ഹലോ, സുന്ദരമായ ഈ കർണാടക സംസ്ഥാനത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഇവിടെ എത്തിയതിൽ അഭിമാനം തോന്നുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന ഞങ്ങൾക്ക് ഇതൊരു മാറ്റമാണ്. ആദ്യമേ നിങ്ങൾ ഒരു മനോഹരമായ വിമാനത്താവളത്തിൽ ഇറങ്ങി. ലോകത്തെവിടെയുമുള്ള ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിലൊന്നാണ് ഇതെന്ന് എനിക്ക് വ്യക്തമായി തോന്നുന്നു. തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളം. പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. ഇത് ഏതാണ്ട് ഒരു വികസിത രാജ്യമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഇരുവശത്തും കാണുന്നു. കർണാടക ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ കർണാടകയുടെ പ്രതിശീർഷ വരുമാനം പ്രതിവർഷം 3 ലക്ഷത്തിന് മുകളിലാണ്. അത് ഉത്തർപ്രദേശിന്റെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. ബീഹാറിന്റെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 6 ഇരട്ടി കൂടുതലാണ്. അതായത് പ്രതിവർഷം വെറും 54,000 രൂപയാണ് അവിടങ്ങളിൽ. എത്ര വലിയ വ്യത്യാസം! എന്നാൽ ഈ വർഷം കർണാടകത്തിന് ചെറിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നത്. ഭീകരമായ വരൾച്ചയാണ് ഉണ്ടായത്. വരൾച്ച തങ്ങളുടെ ജീവിത സ്മരണയിലെ ഏറ്റവും മോശമായ വരൾച്ചയാണെന്ന് പലരും പറയുന്നു. കർഷകരുടെ ജീവിതം എത്ര ദുഷ്കരമാണെന്ന് കാണാൻ ഞങ്ങൾ വയലുകളിലേക്കിറങ്ങി. മാത്രമല്ല ഇത് അവർക്ക് വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയമാണ്. ഹലോ, ഇപ്പോൾ സ്ഥിതി എങ്ങനെയുണ്ട്? മഴ പെയ്തിട്ടുണ്ടോ? മഴ പെയ്തിട്ടില്ല, സ്ഥിതി മോശമാണ്. റേഷൻ അവർ ഞങ്ങൾക്ക് 5 കിലോ റേഷൻ നൽകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമോ? ഞാൻ എന്ത് പറയാനാണ്? മഴ പെയ്തില്ലെങ്കിലും ഈ ചൂടിലും പണിയെടുത്തു ജീവിക്കണം. 5 കിലോ അരി നൽകുന്നുണ്ടെങ്കിലും തികയുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിയാൽ 800-900 രൂപ. ദിവസക്കൂലിയായ 300 രൂപ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. റേഷൻ കിട്ടുമോ? എനിക്ക് റേഷൻ കാർഡ് ഇല്ല. കാർഡ് ഇല്ലേ? അവർ സൗജന്യ ഭക്ഷണത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ഇല്ല, ഭക്ഷണം നൽകുന്നില്ല. അതുകൊണ്ടാണ് അവർ അരിയും റേഷനും നൽകുന്നത്. അപ്പോൾ അരി കിട്ടുമോ? എനിക്ക് റേഷൻ ഒന്നും ലഭിക്കുന്നില്ല. മഴ പെയ്തിട്ടില്ല, ചൂട് കാരണം എല്ലാം ഉണങ്ങിയിരിക്കുന്നു. എല്ലാം ഉണങ്ങിയിരിക്കുന്നു. വരൾച്ചയ്ക്ക് അവർ എന്തെങ്കിലും പണം നൽകിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാമോ? സർക്കാർ എന്തെങ്കിലും പണം നൽകിയിട്ടുണ്ടോ? അവർ ഒന്നും തന്നിട്ടില്ല. ഇതുവരെ അവർ ഒന്നും തന്നിട്ടില്ല. അല്പം മാറി നിന്നാൽ മതി. 500 രൂപയോ 400 രൂപയോ ഇരുപാർട്ടികളും വോട്ട് ചെയ്യാൻ തങ്ങൾക്ക് പണം നൽകിയെന്ന് ആ സ്ത്രീ കർഷകരിൽ പലരും ഞങ്ങളോട് പറഞ്ഞു. അവർക്ക് പറയാനുള്ളത് കേട്ടാൽ മതി. ഈ പ്രദേശത്ത് ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസോ ബി.ജെ.പിയോ? ആര് ജയിക്കുമെന്ന് എനിക്കറിയില്ല. അവൾക്ക് വോട്ട് ചെയ്യാൻ പണം കിട്ടിയോ? അവളെ ചെയ്യാതിക്കൂ. ഏതെങ്കിലും പാർട്ടി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പണം തന്നിട്ടുണ്ടോ? 500 രൂപ കിട്ടി. 500 രൂപ? ഏത് പാർട്ടിയിൽ നിന്നാണ്? അവളെ ചെയ്യാതിക്കൂ. ഏത് പാർട്ടിയാണ് നിങ്ങൾക്ക് 500 രൂപ തന്നത്? ബി.ജെ.പി. കോൺഗ്രസ് 500 രൂപ കൊടുത്തു. ഒരാൾക്ക്? ഒരു വ്യക്തിക്ക്. എത്ര? ബി.ജെ.പി. ഒരാൾക്ക് 400 രൂപ നൽകി. വോട്ട് ചെയ്യാൻ പണം തന്നിട്ടുണ്ടോ? 500 രൂപ. 500 രൂപ കൊടുത്തിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ 500 രൂപ കൊടുക്കുമോ? ബി.ജെ.പിയോ കോൺഗ്രസോ അതോ രണ്ടും കൂടിയോ? ഏത് പാർട്ടിയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പണം തന്നത്? ബി.ജെ.പി. ബി.ജെ.പി. ഹാസെ 500 രൂപ കൊടുത്തു. പിന്നെ കോൺഗ്രസോ? കോൺഗ്രസ് 400 രൂപയും ബി.ജെ.പി. 500 രൂപയും നൽകി. ചിലർക്ക് പണം കിട്ടിയെങ്കിലും ചിലർക്ക് കിട്ടിയില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഈ വർഷത്തെ വരൾച്ച ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയത് കേന്ദ്രം അവർക്ക് അർഹമായ തുക നൽകുന്നില്ലെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ പറയുന്നത്. സത്യത്തിൽ അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് 18,000 കോടി നൽകണമെന്ന് ഉത്തരവിട്ടെങ്കിലും കോൺഗ്രസിന്റെ കണക്കനുസരിച്ച് അവർക്ക് ലഭിച്ചത് 4,000 കോടി മാത്രമാണ്. അതിനാൽ അവർ എല്ലായിടത്തും പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഫെഡറലിസത്തിന്റെ ഒരു ഘടകമുണ്ട്. കേന്ദ്രത്തിന് ആശങ്കയില്ലെങ്കിലും കർണാടകക്കാർക്കായി എന്ന സ്ഥിതിജനകമാണ്. അതിനാൽ ഇവിടെ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ചോദിച്ചു. സർ, ഈ സമയം ഞങ്ങൾക്കായി നീക്കിവെച്ചതിന് നന്ദി. കർണാടകയോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനം, അത് വളരെ ശക്തമായ വിവേചനമാണോ? കേന്ദ്ര സംസ്ഥാനം ബന്ധം എങ്ങനെ നോക്കിക്കാണുന്നു? നോക്കൂ, 240 താലൂക്കുകളിൽ ഞങ്ങൾ 223 താലൂക്കുകൾ വരൾച്ച പ്രഖ്യാപിച്ചു. 220 താലൂക്കുകൾ, ഏകദേശം 48,000 ഹെക്ടർ ഭൂമിയിൽ ഞങ്ങൾക്ക് വിള നഷ്ടപ്പെട്ടു. കർഷകർക്ക് വിള നഷ്ടപ്പെട്ടു. 37,000 കോടിയിലധികം രൂപയുടെ വിളകളാണ് നമുക്ക് നഷ്ടമായത്. NDRF-ന്റെ മാനദണ്ഡമനുസരിച്ച് 11,172 കോടി രൂപയാണ് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. എന്നിട്ടും ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണാനും കർണാടകയിലെ വരൾച്ചയെക്കുറിച്ച് വിശദീകരിക്കാനും ഞാൻ 3 മന്ത്രിമാരെ അയച്ചിട്ടുണ്ട്. അവർ പ്രതികരിച്ചില്ല. അവസാനമായി ഡിസംബർ 19 ഞാൻ തന്നെ പോയി പ്രധാനമന്ത്രിയെ കണ്ടു. വീണ്ടും അടുത്ത ദിവസം ഡിസംബർ 20 ഞാൻ അമിത് ഷായെ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തവണ? 3 മന്ത്രിമാർ ബന്ധപ്പെട്ട മന്ത്രിമാരെ കണ്ടെങ്കിലും അവർ പ്രതികരിച്ചില്ല.
ഡിസംബർ 19-ാം തീയതി ഞാൻ തന്നെ പോയി പ്രധാനമന്ത്രിയെ കണ്ടു. എന്നാൽ ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ വരൾച്ചയാണ്. കടുത്ത വരൾച്ച. അവർ നിങ്ങൾക്ക് പണം നൽകുന്നില്ല. എന്തുകൊണ്ട്? എനിക്കറിയില്ല. കാരണം കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ അവർ കർണാടകയോടും കോൺഗ്രസ് പാർട്ടിയോടും വിദ്വേഷ രാഷ്ട്രീയമാണ് നടത്തുന്നത്. കർണാടകയോട് രണ്ടാനമ്മ സമീപനമാണ് അവർ കാണിച്ചത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെഡറൽ ഘടനയിൽ കോടതിയെ സമീപിക്കേണ്ടത് അനിവാര്യമാണ്. കർണാടകയിൽ മാത്രമല്ല, രാജ്യത്തുടനീളം വെള്ളപ്പൊക്കം എവിടെയുണ്ടായാലും എവിടെ വരൾച്ച ഉണ്ടായാലും ഫണ്ട് നൽകേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ കടമയാണ്. എന്നാൽ ഇതുവരെ അവരെ വിട്ടയച്ചിട്ടില്ല. ഞങ്ങളുടെ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 7 മാസമായി. 7 മാസം കഴിഞ്ഞിട്ടും അവർ പ്രതികരിച്ചില്ല. അതിനാൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഒരു ഫെഡറൽ ഘടനയിൽ ഇത്തരത്തിൽ ചെയ്യരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അത് പരിഹരിക്കാൻ അവർ ഇന്ത്യൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. അവരത് തീർപ്പാക്കിയില്ല. വീണ്ടും അവർ ഒരാഴ്ച സമയമെടുത്തു. അവർ 3454 കോടി രൂപ കൊടുത്തു. പകരം 18,000 കോടി രൂപയോ? ഞങ്ങൾ ചോദിച്ച തുകയുടെ 19%മാണിത്. NDRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച്. മൊത്തം നഷ്ടം തിരിച്ചു കിട്ടാൻ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മൊത്തം നഷ്ടം 35,000 കോടിയിലധികം വരും. അത് പകുതിയാകും. അതിന്റെ പകുതി പോലും ഇല്ല. അപ്പോൾ ആളുകൾ എന്താണ് പറയുന്നത്? അവരുടെ വികാരങ്ങൾ എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. അവർ കന്നഡയിൽ എന്താണ് പറയുന്നത്? BJP വേഷം മാറിയാണ് ഭരിക്കുന്നത്. അവർക്ക് ചിറ്റമ്മയുടെ സ്വഭാവമാണ്. അവർ വിദ്വേഷ രാഷ്ട്രീയമാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ആളുകൾ പറയുന്നത്. മുൻ ഉപമുഖ്യമന്ത്രി ആർ. അശോകനോടും ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് കൂടുതൽ പണം നൽകുന്നില്ല, പ്രത്യേകിച്ചും സുപ്രീം കോടതി ഉത്തരവിട്ടതിന് ശേഷം. വരൾച്ച നേരിടുന്ന ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന 18,000 കോടി ചോദിച്ചിട്ടും ഒന്നും നൽകിയില്ല. എന്നിട്ട് അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനാൽ പണം നൽകുക. നിങ്ങൾ 18,000 കോടിയിൽ 4,000 കോടി മാത്രമാണ് നൽകിയത്. 4,000 കോടി പോലും 4,000 കോടിയിൽ താഴെ. പ്രചാരണത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ആ പ്രശ്നത്തെ നേരിടുന്നത്? കോൺഗ്രസുകാർ കുപ്രചരണങ്ങളും തെറ്റായ പ്രചാരണങ്ങളും നടത്തുകയാണെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ഭരണത്തിൽ 4 വർഷം റവന്യൂ മന്ത്രിയായിരുന്നു ഞാൻ. ഒരു റവന്യൂ മന്ത്രിയെന്നാൽ വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും എന്റെ കീഴിലാണ്. എനിക്ക് എല്ലാം അറിയാം. അതിനാൽ ഇതിന് NDRFും SDRFും നിയമങ്ങളുണ്ട്. TRF എന്നാൽ ദേശീയ സർക്കാർ ഫണ്ട് നൽകുമെന്നാണ്. NDRFും തുകയുടെ 75% നൽകും. അവർ സംസ്ഥാനത്തിന് ത്രൈമാസ അടിസ്ഥാനത്തിൽ 700 കോടി നൽകിക്കഴിഞ്ഞു. അവർ കർണാടക സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അവർ 300-ലധികം 454 കോടികൾ റിലീസ് ചെയ്യുന്നു. ഇവയാണ് NDRF. വിളകൾക്ക് അവർ തുക നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഹെക്ടറിന് ഏകദേശം 7,000 അവർ നൽകിയിട്ടുണ്ട്. ഈ തുകയാണെന്ന് ചട്ടപ്രകാരം മാത്രമാണ് അവർ നൽകിയത്. കർണാടകയുടെ ചരിത്രത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് ഞാൻ കരുതുന്നു. അതിനുവേണ്ടിയല്ല വരൾച്ചയ്ക്ക് കാരണം. സുപ്രീം കോടതി 18,000 കോടി പറഞ്ഞ് നിങ്ങൾ നൽകിയത് 18,000 അല്ല, 3,900 കോടി മാത്രം. അങ്ങനെ വരൾച്ചയ്ക്ക് ഇനിയും 14,000 കോടി ബാക്കിയുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. കേന്ദ്രം കാരണം ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇത് കേന്ദ്ര സംസ്ഥാന പ്രശ്നമാണെന്ന് കർഷകർ പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? ഒരിക്കൽ കൂടി ഞാൻ ഭൂതകാലത്തിലേക്ക് മടങ്ങും. കഴിഞ്ഞ തവണ മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ് കേന്ദ്രത്തിൽ 10 വർഷം ഭരിച്ചത്. സംസ്ഥാനത്ത് ഞങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്നു, യെദ്യൂരപ്പ സർക്കാർ. 10 വർഷമായി ഞങ്ങൾ ആവശ്യപ്പെട്ടത് 44,000 കോടിയാണ്. NDRF കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പിന്നെ അവർ ഞങ്ങൾക്ക് എന്താണ് തന്നത്? അവർ ഞങ്ങൾക്ക് 3,500 കോടി നൽകി. ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? 44,000 കോടി. അവർ എന്താണ് നൽകിയത്? 3,500 കോടി. ഇപ്പോൾ അവർ മോദി സർക്കാരിനെ ചോദ്യം ചെയ്യുകയാണ്. ശതമാനവും ഞാൻ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ 5%-ത്തിൽ താഴെ തുകയാണ് മൻമോഹൻ സിംഗ് സർക്കാർ കർണാടകയ്ക്ക് നൽകിയത്. 5%-ത്തിൽ താഴെ. എന്താണ് മോദി സർക്കാർ നൽകിയത്? വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും മോദി സർക്കാർ ചോദിച്ച തുകയുടെ 50%-ത്തിലധികം നൽകി. അതാണ് മോദിയുടെ പ്രത്യേകത. 18,000-ന്റെ 4,000 50% എങ്ങനെ? കാരണം അത് 25% പോലുമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ മൻമോഹൻ ഗവൺമെന്റിനെ പോലെ നല്ലവനാണോ, അതോ മൻമോഹൻ ഗവൺമെന്റിനെ പോലെ മോശക്കാരനാണെന്നാണോ? അതോ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണോ? ഇല്ല, ഞങ്ങൾ മൻമോഹൻ സിംഗ് സർക്കാരിനേക്കാൾ മികച്ചവരാണ്. മൻമോഹൻ സർക്കാർ 10 വർഷത്തിനിടെ നൽകിയതിന്റെ 4-5 ഇരട്ടി മോദി സർക്കാർ നൽകിയിട്ടുണ്ട്. അതിനാൽ ഈ കണക്ക് തെറ്റാണ്. നിങ്ങൾ 3,900 കോടി നൽകി. 18,000 കോടി തരൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അല്ല, ഞാൻ സുപ്രീം കോടതിയെയും ഉദ്ധരിക്കുന്നു. നിയമങ്ങൾക്കനുസൃതമായി നിങ്ങളോടും തന്നെ വിട്ടേക്കുക എന്ന് കോടതി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരിൽ നിയമമില്ല. കർണാടക, തമിഴ്നാട്, അസം എന്നിവിടങ്ങളിലെ വരൾച്ചയ്ക്ക് ബജറ്റ് നൽകാൻ എന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മല സീതാരാമൻ കോടതിയിൽ പോകുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു.
അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അനുമതി നൽകിയതിനാൽ ഞങ്ങൾ തുക നൽകി. ഞങ്ങൾ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഇത് കർണാടക സർക്കാരിന്റെ സമ്മർദ്ദമല്ല, സ്വാഭാവിക പ്രക്രിയയാണ്. കേന്ദ്ര സർക്കാരാണ് തുക നൽകുന്നത്. ഞാൻ മോദിജിയെ അഭിനന്ദിക്കുന്നു. കർണാടകയിലെ വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തുക നൽകിയത് ഇവരാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് ഇത്. മോദി സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കും. ദോറാബ് എന്താണ് ഈ കേന്ദ്ര സംസ്ഥാന സംഘർഷത്തിന്റെ അടിസ്ഥാനം? അത് ന്യായമാണോ? കോൺഗ്രസും അത് ചെയ്തോ? എന്താണ് അടിവര? പ്രണോയ്, സമ്പന്നരായ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനെതിരെ എപ്പോഴും പരാതിയുണ്ട്. അവർ തിരികെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഭാവന നൽകുന്നതിനാൽ അവർക്ക് മതിയായ പണം തിരികെ ലഭിക്കുന്നില്ല. പിന്നെ അത് 12,000 കോടിയോ 14,000 കോടിയോ 10,000 കോടിയോ വേണോ എന്ന ചെറിയ കഥയുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരമ്പരാഗതമായി BJP ഭരിക്കുന്നവരല്ല. അവർക്ക് ഉത്തരേന്ത്യൻ ഗവൺമെന്റിനോട് കൂടുതൽ ദേഷ്യമുണ്ട്. കൂടാതെ വടക്കൻ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ സംഭാവന നൽകുമ്പോൾ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നു. ഇത് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നടക്കുന്ന രാഷ്ട്രീയ കാര്യമാണ്. ബാജ് ആണെങ്കിലും ഇന്ത്യയിൽ ഫെഡറലിസം കൂടുതൽ ശക്തവുമായി വികസിക്കുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ പ്രാദേശിക പാർട്ടികൾ മറ്റ് പാർട്ടികളെക്കാൾ വളരെ മികച്ചതാണ്. ഇത് ഫെഡറലിസത്തിന്റെയോ ഉപദേശീയതയുടെയോ ഒരു ഘടകമാണോ, അതോ ഈ മുഴുവൻ പ്രതിഷേധത്തിലും നിങ്ങൾ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നതുണ്ടോ? എല്ലാ കടകളിലും പ്രാദേശിക ഭാഷയിൽ കടയുടെ അടയാളം ഉണ്ടായിരിക്കണം എന്ന കടയുടെ ബോർഡുകൾക്കെതിരെ അവർ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങൾ കന്നഡക്കാരാണ്, ഞങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനം വേണം. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നികുതിദായകരാണ് ഞങ്ങളെന്നും കേന്ദ്രത്തിൽ നിന്ന് പണം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ താഴെയാണെന്നും അവർ പറഞ്ഞതായി ഞാൻ കരുതുന്നു. തമിഴകവും ഇതുതന്നെയാണ് പറഞ്ഞത്. അതിനാൽ ദക്ഷിണേന്ത്യയിൽ തീർച്ചയായും ഒരു വലിയ പ്രശ്നമുണ്ട്. മായ, നിന്നെ കിട്ടിയതിൽ സന്തോഷം. 30 വർഷമായി നിങ്ങൾ തിരഞ്ഞെടുപ്പ് കവർ ചെയ്തതിനാൽ അവധിയെടുത്ത് ഇവിടെ വന്നതിന് നന്ദി. 989. നിനക്ക് 5 വയസ്സുള്ളപ്പോൾ മുതൽ 4 ക്ഷമിക്കണം, എന്നെയാട് ക്ഷമിക്കണം. അത് യഥാർത്ഥത്തിൽ ആണ്. അതിനാൽ എന്നോട് പറയൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, കാരണം ആളുകൾ കഷ്ടപ്പെടുന്നു, തുടർന്ന് അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. തീർച്ചയായും അതെ. കർണാടക കേന്ദ്രത്തിന് ഇത്രയധികം നൽകുന്നുവെന്നതും വളരെ കുറച്ച് തിരികെ ലഭിക്കുന്നതും കോൺഗ്രസിന് ശരിക്കും ഒരു ശക്തമായ പിച്ചാണ് എന്ന് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ പോകുകയും തലസ്ഥാനത്ത് ആ പ്രതിഷേധം നടത്തുകയും ചെയ്തതോടെയാണ് അവരുടെ തുടക്കം. അതുകൊണ്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ കർണാടകയെ ശ്രദ്ധിക്കുന്നില്ല, കർണാടകയെ ശ്രദ്ധിക്കുന്നില്ല. ഇത് കോൺഗ്രസിന്റെ പ്രധാന ആരോപണമാണ്. നൽകുന്ന പണത്തിന് വളരെ കുറവാണ് നികുതി തിരിച്ചു വരുന്നത്. കർണാടകയോട് ചെറിയ വിവേചനം കാണിക്കുന്നതായി അവർക്കും തോന്നുന്നത് വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ടോ? കൊള്ളാം. ഇടത്തരം വോട്ടർമാരിൽ ഒരുപക്ഷെ കർണാടകയിലെ ഒട്ടുമിക്കവരും കഴിഞ്ഞ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തതിനാൽ അത് അവരുമായി അനുരണനം ചെയ്യുമെന്നുറപ്പാണ്. ഫീൽഡിലെ സ്ത്രീകളുടെ തലത്തിൽ അവർ അവരുമായി ശരിക്കും സ്പന്ദിക്കുമോ എന്ന് നിങ്ങൾ സംസാരിച്ചുവെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ തീർച്ചയായും മധ്യവർഗ വോട്ടർമാർ അത് ചോദ്യം ചെയ്യുന്നു. 3-4 പതിറ്റാണ്ടുകളായി കാവേരി നദീജല പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിനാലും കർണാടകയ്ക്ക് അത് ചെയ്തുവെന്ന് തോന്നുന്നതിനാലും പുരസ്കാരങ്ങൾ നൽകി സൂക്ഷിച്ചിട്ടില്ലെന്നതിനാലുമാണ് കേന്ദ്രവിരുദ്ധ വികാരം എന്ന് ഞാൻ കരുതുന്നു. അതിനാൽ ഇതെല്ലാം ഒരുമിച്ച് BJP വിരുദ്ധത മാത്രമല്ല, ഞങ്ങൾക്ക് ന്യായമായ വിഹിതം ലഭിക്കുന്നില്ല എന്ന കേന്ദ്രവിരുദ്ധ അമർഷത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ കരുതുന്നു. 2023 നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ന്യായമായും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും അതൊരു വലിയ മാറ്റമാണെന്നും താങ്കൾ സൂചിപ്പിച്ചു. കാലക്രമേണ കോൺഗ്രസിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഏതാണ്ട് 50 വർഷത്തോളം കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. 2000-2004 വരെ 50 വർഷമായി അവർ ഓരോ വർഷവും 20-നും 25-നും ഇടയിൽ എത്ര സീറ്റുകൾ നേടിയെന്ന് നോക്കൂ. 1-2 വർഷം കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുക. പിന്നെ പൊടുന്നനെ 2004-ൽ അത് 20-ൽ നിന്ന് 8 സീറ്റുകളിലേക്കും പിന്നീട് 2019-ൽ 1 സീറ്റിലേക്കും താഴ്ന്നു. ഇപ്പോൾ അത് ഏതാണ്ട് കോൺഗ്രസിന്റെ ഉന്മൂലനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കരുതും അത് യഥാർത്ഥത്തിൽ BJP-യുടെ വൻ മുന്നേറ്റമാണ് നേരിടുന്നത്. ഒന്ന് നോക്കൂ, 50 വർഷമായി ഈ സംസ്ഥാനത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2004-ൽ അത് 6-ൽ നിന്ന് 8 സീറ്റുകളിൽ നിന്ന് 18 സീറ്റുകളിലേക്കും പിന്നീട് 2019-ൽ നിന്ന് 25 സീറ്റുകളിലേക്കും പൂർണ്ണമായ വഴിത്തിരിവായി. എന്നാൽ അതിനുശേഷം 2023-നും ഇടയിൽ സംഭവിച്ചത് ഒരു വലിയ മാറ്റത്തെ പരാമർശിക്കുക മാത്രമാണ്, ഒരു കത്രിക പ്രഭാവം. BJP-യുടെ കഴിഞ്ഞ 2 വർഷങ്ങളിലെ പെട്ടെന്നുള്ള തകർച്ചയും 2019 നിന്ന് 2023-ലേക്കുള്ള കോൺഗ്രസിന്റെ കുത്തനെയുള്ള ഉയർച്ചയും. BJP വോട്ട് ശതമാനമായ 51% നിന്ന് 36% ആയി കുറഞ്ഞു. അത് വലിയ ഇടിവാണ്. കോൺഗ്രസ് ഉയർന്നു.
വോട്ട് 32% നിന്ന് 42%. ഇപ്പോൾ ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പിൽ 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 42%, BJP 36% ആയിരുന്നു. നിങ്ങൾ അത് ഇരിപ്പിടങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അത് വളരെ പറയുന്ന കഥയാണ്. 2019 മുതൽ 2023 വരെ ഒരു വലിയ മാറ്റമുണ്ട്. നിങ്ങൾ 2023 നോക്കുമ്പോൾ നിയമസഭയെ ലോക്സഭാ സീറ്റുകളാക്കി മാറ്റുകയാണെങ്കിൽ ഒരു ലോക്സഭയ്ക്ക് ഏകദേശം 7 മുതൽ 8 വരെ നിയമസഭാ സീറ്റുകൾ. BJP 25 സീറ്റിൽ നിന്ന് 8 സീറ്റിലേക്കും കോൺഗ്രസ് 1 സീറ്റിൽ നിന്ന് 18 സീറ്റിലേക്കും JDS 1 സീറ്റിൽ നിന്ന് 2 സീറ്റിലേക്കും പോയി. BJP 25 സീറ്റിൽ നിന്ന് 8 സീറ്റിലേക്കും കോൺഗ്രസ് 1 സീറ്റിൽ നിന്ന് 18 സീറ്റിലേക്കും JDS 1 സീറ്റിൽ നിന്ന് 2 സീറ്റിലേക്കും പോയി. അത് വീണ്ടും വലിയ മാറ്റമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഞങ്ങൾ മുമ്പ് കണ്ടതുപോലെ ഞങ്ങളുടെ സ്നിപ്പെറ്റുകളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ നല്ല പ്രവചനങ്ങളാണ്. അത് ചരിത്രപരമായി ശരിയാണ്. ഞങ്ങൾ എല്ലാ ഡാറ്റയും പരിശോധിച്ചു. 80% സമയവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അതേ പാർട്ടി ലോക്സഭയിൽ വിജയിക്കുന്നു, അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോക്സഭയിൽ നേടുന്നു. 80% സമയം. വാസ്തവത്തിൽ മിക്കപ്പോഴും ഇത് അല്പം ഉയരുന്നു. അതിനാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിൻ്റെ നല്ല പ്രവചനങ്ങളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. എന്നാൽ ഒരു വ്യവസ്ഥയോടെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് 1 വർഷത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ അത് കർണാടകയിലെ സ്ഥിതി മാത്രമാണ്. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളെക്കാൾ മികച്ച പ്രവചനക്കാരാണോ? എല്ലായ്പ്പോഴും അല്ല, പലപ്പോഴും അതെ. പലപ്പോഴും അതെ. തോൽവി സമ്മതിക്കുകയാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചരിത്രപരമായ ഡാറ്റയാണ്. അതിനാൽ ഇത് ചർച്ച ചെയ്യേണ്ടതില്ല. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൊടുന്നനെ ഉയർന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് പെട്ടെന്ന് ഉയർന്നതായി ഞാൻ കരുതുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വർഷങ്ങളായി 37, 30, 39%, BJPക്ക് 4 അല്ലെങ്കിൽ 5% കുറഞ്ഞു. അപ്പോൾ സഖ്യങ്ങൾ നടക്കുകയും സർക്കാരുകൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തവണ കോൺഗ്രസ് 40% കടന്ന് 42%. അങ്ങനെ 2 പാർട്ടികളും തമ്മിലുള്ള അന്തരം 3% അല്ലെങ്കിൽ 4%-ൽ നിന്ന് 6%. അതാണ് 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ വൻ വിജയത്തിലേക്ക് നയിച്ചത്. അത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെട്ടെന്നുള്ള മാറ്റമല്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ടൗൺ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുമായി അതിനു മുമ്പ് ചില സൂചകങ്ങൾ ഉണ്ടായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 2020 2021 എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. 2019 മുതലുള്ള കോൺഗ്രസ് കുതിച്ചുചാട്ടം അധികം ആളുകൾ പിന്തുടരാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചു. ഈ 2 വർഷങ്ങളിൽ കോൺഗ്രസിന് 42% സീറ്റുകൾ ലഭിച്ചപ്പോൾ BJPക്ക് 36% സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് കർണാടകയിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് അല്പം തിരിച്ചുവരുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി പിന്തുടരുകയാണെങ്കിൽ. അതെ, BJP അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് അവർ പോയി JDS-നെ കൂട്ടുപിടിച്ചു. ഒരു മതേതര പാർട്ടിയാണെങ്കിലും JDS അവരോടൊപ്പം ചേരാൻ തയ്യാറായിരുന്നു എന്നതാണ്. പോകുന്നില്ല. കഴിഞ്ഞ തവണത്തെ പ്രകടനം തനിയെ ആവർത്തിക്കാൻ BJPക്ക് കഴിയില്ല. അവർക്ക് JDS വേണമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ 5 ജില്ലകളിൽ തങ്ങൾ താഴോട്ട് പോയി എന്ന സത്യം അവർ സമ്മതിക്കുന്നു എന്ന് 2 പേർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ BJP ഉയരത്തിൽ കയറുകയും കപ്പലിൽ കയറുകയും പെട്ടെന്ന് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്ന അർത്ഥത്തിൽ ഈ വലിയ മാറ്റം എന്തുകൊണ്ട്? കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ നൽകിയ വാഗ്ദാനങ്ങൾ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കോൺഗ്രസ് ഉറപ്പു നൽകുമെന്ന് ഞാൻ കരുതുന്നു. വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കി. ഇത് വോട്ടർമാർക്ക് വളരെ ജനപ്രിയമായ ഒരു നീക്കമാണെന്ന് ഞാൻ കരുതുന്നു. അവർ അത് ശരിക്കും അഭിനന്ദിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഇതുകൂടാതെ കർണാടക ചിലപ്പോൾ രാജ്യത്തുടനീളമുള്ള വികാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഒരു ഇരട്ട എഞ്ചിൻ ഗവൺമെന്റിന്റെ നേട്ടമാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ അപൂർവമായ നേട്ടമുണ്ടാകും. പലപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടിയാണ് സംസ്ഥാന സർക്കാർ. അതിനാൽ ഞങ്ങൾ ഇവിടെ വ്യത്യസ്തമായി ചെയ്യുന്നു. വളരെ മിടുക്കൻ. ഒരാൾ മറ്റൊന്ന് പരിശോധിക്കുന്നു, പ്രത്യേകിച്ച് കന്നഡിക പാർട്ടിയാണെങ്കിൽ.
കോൺഗ്രസ് പാർട്ടിയിലെ ആക്ഷൻ മാൻ എന്ന് പലരും പറയുന്ന ഉപമുഖ്യമന്ത്രിയും പലരും പറയുന്നതുമായ DK ശിവകുമാറിനോട് മായ ഉന്നയിച്ച ഈ ചോദ്യം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഉന്നയിച്ചു. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ വളരെ ശക്തരായിരിക്കുന്നതും അത് സ്വാധീനം ചെലുത്തുന്നതും നിങ്ങളുടെ തന്ത്രങ്ങളിലൊന്നാണ്. നിങ്ങൾക്ക് അത് ഞങ്ങളോട് വിശദീകരിക്കാം. അതാണ് ഫെഡറലിസം ഭരണഘടനയുടെ ഭാഗമാണ്. കർണാടക എന്ന് നിങ്ങൾ ശക്തമായി പറഞ്ഞു. കർണാടകയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. BJP അമിതമായി കേന്ദ്രീകരിക്കുകയാണെന്നും കർണാടകയ്ക്ക് നഷ്ടം സംഭവിക്കുകയാണെന്നും ജനങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ അമിത കേന്ദ്രീകരണത്തിൽ കർണാടക എങ്ങനെ നഷ്ടപ്പെടുന്നു? തീർച്ചയായും അവർ വളരെ ശക്തമായ ഒരു സർക്കാരാണ്. ഇവിടെ ഓപ്പറേഷൻ ലോട്ടസ് ആരംഭിച്ചതിന് ശേഷം അവർക്ക് നല്ല സംഖ്യകളുണ്ട്. കേന്ദ്രത്തിലും അവർക്ക് നല്ലതും ശക്തവുമായ ഒരു സർക്കാരുണ്ട്. ഒരു ദിവസം പോലും രാജ്യസഭയിലോ ലോക്സഭയിലോ പാർലമെന്റ് അംഗങ്ങൾ കർണാടകയെ സംരക്ഷിക്കാൻ വാ തുറന്നില്ല. അവരാരും കർണാടക പ്രശ്നം പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിയെയോ ധനമന്ത്രിയെയോ കണ്ടില്ല. അവരിൽ ഒരാൾ അത് വെള്ളമോ ഭൂമിയോ തർക്കമോ എന്തുതന്നെയാലും പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിന്നു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ബൊമ്മൈ തന്നെ നിയമസഭയിൽ രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, അതെ, ഈ സാഹചര്യത്തെ ചെറുക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാം. അതുകൊണ്ടാണ് ഈ ബജറ്റിനു ശേഷം സുരേഷ് ഇക്കാര്യം പാർലമെന്റിൽ അവതരിപ്പിച്ചതും അർഹമായ വിഹിതം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞത്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നികുതിദായകരാണ് നമ്മൾ. 13% മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ള വടക്കോട്ട് പോകുന്നു. കുഴപ്പമില്ല. ചില തന്ത്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ നികുതി, ഞങ്ങളുടെ അവകാശങ്ങൾ എന്നിവയ്ക്കായി ആവശ്യപ്പെടുന്നു. ആത്യന്തികമായി ബജറ്റിൽ നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെങ്കിലും പ്രധാനമന്ത്രി തന്നെ അതിൽ ഒപ്പിട്ട മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളും ജലസേചനത്തിനോ ബാംഗ്ലൂരിന്റെ വികസനത്തിനോ പണം അനുവദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കേന്ദ്രം കർണാടകത്തോട് വിവേചനം കാണിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്നു. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഫെഡറലിസം ഭരണഘടനയുടെ ഭാഗമാണ്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഈ വരൾച്ചയിൽ ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വന്നു. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ MLA-മാരെയും ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പോരാടി. ഞങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു. പിന്നീട് ഞങ്ങൾ വീണ്ടും വഴക്കിട്ടെങ്കിലും അവർ ചെവിക്കൊണ്ടില്ല. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് കൂടിക്കാഴ്ചയ്ക്ക് അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നിശ്ചയിച്ചെങ്കിലും ആഭ്യന്തരമന്ത്രി അംഗീകരിച്ചില്ല. പിന്നെ കോടതിയിൽ പോകേണ്ടി വന്നു. ഇതെന്താണെന്ന് കോടതി ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചതിന്റെ 20% അവർ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ഇന്നലെയോ ഇന്നോ അവർ ഇറങ്ങി. പട്ടണങ്ങളിലും നഗരങ്ങളിലും ഞങ്ങൾ സംസാരിച്ച ആളുകൾക്കിടയിലും ഇതിന്റെ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു. രാമക്ഷേത്രം ഇവിടെ ഒരു പ്രശ്നമല്ല. എന്തെല്ലാം നയങ്ങളാണ് അവർ ഇവിടെ നടപ്പാക്കിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുകയും അവരെ തടയുകയും ചെയ്യുന്നു. എത്രയോ പദ്ധതികൾ നൽകിയെങ്കിലും ഒന്നും നടപ്പാക്കിയിട്ടില്ല. ഒരാൾക്ക് ലഭിക്കുന്നു, ഒരാൾക്ക് ലഭിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കർണാടകയിലെ ജനങ്ങളുടെ ചിന്താഗതി സംസ്ഥാന സർക്കാർ കോൺഗ്രസ് ആയിരിക്കാം, കേന്ദ്ര സർക്കാർ BJP ആയിരിക്കാം. ഇന്ത്യയിലെ രാഷ്ട്രീയം ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമാണ്. കാരണം വടക്ക് മുഴുവൻ മോദിയെ പിന്തുണച്ചിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യ മുഴുവൻ ഇപ്പോൾ തികച്ചും വിപരീതമാണ്. വ്യത്യാസവും തരംഗമാണ്. ദക്ഷിണേന്ത്യയാകെ ഇപ്പോൾ പ്രാദേശിക പാർട്ടികളിലേക്കാണ് നീങ്ങുന്നത്. ആന്ധ്ര TDPക്കൊപ്പമാണ്. ജഗൻ ആകെ തകർന്നു. തെലങ്കാനയിൽ KCR കുറഞ്ഞു. തമിഴ്നാട്ടിലും കണ്ടാൽ DMKയോ ADMKയോ ആണ് സീറ്റ് കിട്ടാൻ പോകുന്നത്. 400 സീറ്റ് മോദിക്ക് കിട്ടാൻ പോകുന്നില്ല. കൂടിപ്പോയാൽ 200-230 സീറ്റ് കിട്ടിയേക്കും. മോദി 10 വർഷം പൂർത്തിയാക്കി. നമുക്ക് UP സർക്കാരിനും ഇന്ത്യൻ സഖ്യത്തിനും അവസരം നൽകാം. നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യ സഖ്യത്തിൽ ഒരുപാട് ശക്തരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരെ കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അവൻ പ്രജാധ്വനി നടത്തി, പ്രമോഷൻ നടത്തി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത്തവണ ഇന്ത്യക്ക് തീർച്ചയായും മാറ്റം ആവശ്യമാണ്. ക്ഷേത്രരാഷ്ട്രീയത്തിന് വടക്കുഭാഗത്താണ് കൂടുതൽ സ്വാധീനമുള്ളതെന്ന് ഞാൻ കരുതുന്നു. അയോധ്യ സന്ദർശിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. അത് തീർച്ചയായും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇത് എന്റെ ജീവിതം ചുറ്റിപ്പറ്റിയുള്ള ഒന്നല്ല. അവർ ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിൽ കർണാടക വിശ്വസിക്കുന്നു. സൗജന്യങ്ങൾ പോലെ സൗജന്യങ്ങൾ ലോകമെമ്പാടും പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കർണാടകയിലെ ആളുകൾ മാത്രമാണ് അതിൽ വിശ്വസിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ പാസ് ഉണ്ടോ? അതെ, സ്ത്രീകൾക്ക് ഇത് സൗജന്യമാണ് അല്ലേ? ഇത് സ്ത്രീകൾക്ക് സൗജന്യമാണ്. എന്നാൽ ഇത് നല്ലതല്ല. രാഷ്ട്രം വികസിക്കണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യും? നിങ്ങൾ എന്നോട് പറയൂ. എന്താണ് ചെയ്യേണ്ടത്? കണിശ ഉണ്ടായിരിക്കണം. കണിശത. അത് കർശനമായി നടപ്പാക്കണം. ഈ തിരഞ്ഞെടുപ്പ് ഡൽഹിക്ക് വേണ്ടിയാണോ അല്ലാതെ കർണാടകത്തിനാണോ? അതെ MP, അത് MPക്ക് വേണ്ടിയാണ്. ഞാൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ സുരക്ഷയും നമുക്ക് നേട്ടവുമാണ്. ഇപ്പോൾ വാജ്പേയി സൂചിപ്പിച്ചതുപോലെ JDS ഇത്തവണ BJPയുമായി സഖ്യമുണ്ടാക്കി. അത് അല്പം ആശ്ചര്യകരമാണ്. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് ഞങ്ങൾ അശോകനോട് ചോദിക്കും.
എന്നാൽ ആദ്യം JDSന് സമീപ വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. സാമാന്യം സ്ഥിരമായി ശക്തരായ ശേഷം അവ ഇപ്പോൾ മങ്ങുകയാണോ? 2000-നും 2019-നും ഇടയിൽ JDS വോട്ടുകൾ 20%-ൽ നിന്ന് പകുതിയായി 10%-മായി കുറഞ്ഞു. നിയമസഭയിൽ അത് 20%-ൽ നിന്ന് 13%-മായി കുറഞ്ഞു. വലിയ ഇടിവ്. യഥാർത്ഥത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി അശോകനോട് ബാജ് ചോദിച്ചു, JDS പോലുള്ള ഒരു പാർട്ടി മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എന്തിനു കൂട്ടുകൂടി? അവന്റെ മറുപടി വളരെ രസകരമായിരുന്നു. കഴിഞ്ഞ തവണ നിങ്ങൾ സംസ്ഥാനം തൂത്തുവാരി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തവണ ദേവഗൌഡയെ ആവശ്യമായി വന്നത്? അതിനർത്ഥം ഇത്തവണ വേണ്ടത്ര സീറ്റുകൾ നേടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ അല്പം തോൽപ്പിച്ച കോൺഗ്രസ് ലോക്സഭാ സീറ്റുകളിൽ വൻതോതിൽ വിജയിക്കുമോ എന്ന ആശങ്ക താങ്കൾക്കുണ്ടായിരുന്നു. അത് ശരിയാണോ? അതെ, ഏതാണ്ട്. ഈ ചോദ്യം ഞാൻ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കർണാടക തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ചില കാരണങ്ങളാൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ കാരണങ്ങൾ മാറ്റിവെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. കർണാടകയുടെ തെക്കൻ പ്രദേശമായ പഴയ മൈസൂരിൽ ഞങ്ങൾക്ക് വോട്ട് ആവശ്യമായിരുന്നു. ഞങ്ങൾ ദുർബലരാണ്. എനിക്ക് തോന്നുന്നു ഹാസനിൽ, മാണ്ഡ്യയിൽ, കോലാറിൽ, ചില 3 മുതൽ 4 വരെ ജില്ലകളിൽ ഞങ്ങൾ ദുർബലരാണ്. ഇത്തവണ 28 എണ്ണം തൂത്തുവാരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ JDS മിസ്റ്റർ ദേവഗൌഡയുമായി സഖ്യമുണ്ടാക്കിയത്. അതിനാൽ ദോറാബ് ബാജിന് മറുപടിയായി അശോകൻ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ ശരിക്കും ദുർബലരാണെന്നാണ്. അത് സമ്മതിക്കാൻ ഞങ്ങൾ അല്പം നിരാശരായിരുന്നു. എന്നാൽ JDSന് എന്തു സംഭവിച്ചു എന്നതും രസകരമാണ്. JDSഉം BJPയുമാണെന്ന് ഞാൻ കരുതുന്നു. JDS അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നിയമസഭയിൽ ഇത് 20%-ആയിരുന്നു. ഇപ്പോൾ 13%-ആണ്. 20 വർഷമായിട്ടും ഇത്രയും താഴ്ന്നിട്ടില്ല. അതിനാൽ ദേവഗൌഡ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ അവിടെ കാര്യമായ നടപടികളൊന്നും നടക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ BJP തൂത്തുവാരിയത് മറക്കരുതെന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത്തവണ ദേവഗൌഡയ്ക്കൊപ്പം പോയത്? കാരണം അവർ സ്വയം പിൻകാലിലാണെന്ന് അവർക്ക് തോന്നി. അവർ അവന്റെ സഹായം ആഗ്രഹിച്ചു. കഴിഞ്ഞ തവണ അവർ അദ്ദേഹത്തെ കോൺഗ്രസിനൊപ്പം വിട്ടിരുന്നു. എന്നാൽ അവർ ഇപ്പോഴും 25 സീറ്റുകൾ നേടി. അതുകൊണ്ട് തന്നെ BJPക്കും JDSനും അറിയാമായിരുന്നു തങ്ങൾ താഴോട്ടാണെന്ന്. അത് അവർ കെട്ടുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും. എന്നാൽ കഴിഞ്ഞ തവണ 2019-ൽ JDS കോൺഗ്രസ് സഖ്യം വിജയിച്ചില്ല. ഒന്നുകിൽ അവരുടെ വോട്ടുകൾ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല, വോട്ടർമാർ പരസ്പരം എതിരായിരുന്നു, അല്ലെങ്കിൽ ഇരുവരും മോശമായി പ്രവർത്തിക്കുകയായിരുന്നു. നിങ്ങളുടെ സൈക്കോളജിക്കൽ വിശകലനത്തിൽ ഇത് ഇത്തവണ പ്രവർത്തിക്കുമോ? ആഴത്തിലുള്ള 2019-ൽ നമുക്കും വലിയ മോദി തരംഗമുണ്ടായിരുന്നു. അതായത് എല്ലാവരും അത് തിരിച്ചറിഞ്ഞു. ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ രാമക്ഷേത്ര തരംഗമുണ്ടോ? അവിടെയില്ല. അങ്ങനെയെങ്കിൽ BJPക്ക് ഉത്തരേന്ത്യയിലുള്ള അതേ അജണ്ടയില്ല. അവർക്ക് അവിടെ രാമക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാം. എന്നിട്ട് അവർ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? പുൽവാമയിലേതുപോലെയൊന്നുമല്ല ഉത്തരേന്ത്യയിലും ഞാൻ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2019 മോദി പ്ലസ് പുൽവാമ ഇഫക്റ്റ് ആയിരുന്നു. വമ്പൻ സ്വിംഗിൽ 50 കുറയ്ക്കുക 50 അയക്കാം. ഇത്തവണ നിങ്ങൾക്ക് പുൽവാമ ഇല്ല. 2019-ലും പുൽവാമയ്ക്ക് എന്തെങ്കിലും ഫലമുണ്ടായോ? വടക്ക് സംഭവിക്കുന്നതിൽ നിന്ന് തെക്ക് അല്പം അകലം അനുഭവിച്ചതായി ഞാൻ കരുതുന്നു. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു അസ്തിത്വമാണ്. അപ്പോൾ JDSന് എന്ത് സംഭവിച്ചു? അത് അനുദിനം മോശമാവുകയും ചെയ്യുന്നു. ശരി, ഒന്നാമതായി ജനതാദൾ സെക്യുലറിനെ ഒരു കുടുംബ പാർട്ടിയായാണ് കൂടുതൽ കാണുന്നത് എന്ന് ഞാൻ കരുതുന്നു. അത് ദേവഗൌഡയും അദ്ദേഹത്തിന്റെ മക്കളും മക്കളുടെ മക്കളുമാണ്. പക്ഷേ വാസ്തവത്തിൽ ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ പുറത്തുവരുന്ന ഭയാനകമായ ആരോപണങ്ങളുമായി പാർട്ടിയെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാക്കിയത് അദ്ദേഹത്തിന്റെ ചെറുമകൻ പ്രജ്വലാണ്. പ്രജ്വല തന്നെ രാജ്യം വിട്ടു. എന്നാൽ ഇത് തീർച്ചയായും ഞാൻ അർത്ഥമാക്കുന്നത് സ്ത്രീകൾ ഇത് ശരിയാണെങ്കിൽ, ആരോപണങ്ങൾ ശരിയാണെങ്കിൽ, സ്ത്രീകൾ അനുഭവിച്ച ഭീകരതകൾ രാഷ്ട്രീയമായും തീർച്ചയായും സഖ്യത്തിന് ഇത് ശുഭകരമായ വാർത്തയല്ല. ആളുകൾ ഇതിനകം ചോദ്യം ചെയ്യുന്നു. BJPക്കെതിരെ കോൺഗ്രസ് ഇതിനകം തന്നെ കടന്നാക്രമിക്കുന്നു. ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകം അറിയാമായിരുന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായി ബന്ധം സ്ഥാപിച്ചു. അത് വളരെ തന്ത്രപരമായ ഭാഗമാണ്. ആരോപണങ്ങൾ BJP നേതൃത്വവുമായി പങ്കുവച്ചതായി റിപ്പോർട്ടുണ്ട്. അത് മറ്റുള്ളവരുമായി പങ്കുവച്ചിരുന്നു. എന്നിട്ടും അവർ മുന്നോട്ട് പോയി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. ഒരുപക്ഷെ അത് ദേവഗൌഡയുടെ കഠിനമായ വിലപേശൽ പോയിന്റായിരിക്കാം. നിങ്ങൾ എന്റെ പേരക്കുട്ടിക്ക് ഹാസനിൽ നിന്നുള്ള ടിക്കറ്റ് തരൂ, അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ചേരും. അപ്പോൾ ഈ ഭീകരമായ അഴിമതിക്കെതിരെ അവർ എങ്ങനെയാണ് പോരാടുന്നത്? BJPയും JDSും എങ്ങനെ തിരിച്ചടിക്കുന്നു? BJP ഒന്നും പറയുന്നില്ല. മുൻ മുഖ്യമന്ത്രി ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമി തന്റെ സഹോദരനിൽ നിന്നും അനന്തരവനിൽ നിന്നും പൂർണ്ണമായും അകന്നു. ദേവഗൌഡയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്.
അവർ വെവ്വേറെ ജീവിക്കുന്നു, ഞങ്ങൾ വേറിട്ട് ജീവിക്കുന്നു. അപ്പോൾ കുടുംബ പാർട്ടിക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ അച്ഛനും പ്രിയപ്പെട്ട മകനും മുഖ്യമന്ത്രി HD കുമാരസ്വാമി മുൻ മുഖ്യമന്ത്രി. അപ്പോൾ കുടുംബം പോലും കേന്ദ്രീകൃത വൃത്തങ്ങളിൽ നിന്നുള്ളതാണോ, ഒരു ചെറിയ വൃത്തം മാത്രമാണോ? അത് അവരുടെ ഭാര്യമാരോ മക്കളോ ആണെന്ന് തോന്നുന്നു. എന്നാൽ സഹോദരൻ രേവണ്ണയേക്കാൾ മുന്നിലുള്ള മകൻ എന്നും കുമാരസ്വാമി തന്നെയാണ്. അത് രസകരമാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പോലെ തെരഞ്ഞെടുപ്പുകളും ജാതിയുടെ കാര്യമാണെന്ന് പലരും പറയുന്നു. രാഷ്ട്രീയം എന്നത് ജാതി രാഷ്ട്രീയമാണ്. അത് സത്യമാണയാ? ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ജാതികൾ നോക്കൂ. കർണാടകത്തിൽ ജാതി പ്രധാനമാണ്. BJPയെ പിന്തുണയ്ക്കുന്ന ജാതികൾ ലിംഗായത്തുകൾ, OBCകൾ, ഉയർന്ന ജാതികൾ തീർച്ചയായും അവരുടെ സഖ്യകക്ഷിയായ JTS വൊക്കലികൾ ശക്തമായി പിന്തുണയ്ക്കുന്നു. പട്ടികജാതിക്കാർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ എന്നിവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ കർണാടകയിലുടനീളം എവിടെയാണ് അവ സ്ഥിതി ചെയ്യുന്നത്? 3 വ്യത്യസ്ത പ്രദേശങ്ങൾ. വടക്കു പടിഞ്ഞാറ് ഹൈദരാബാദ് കർണാടക, പടിഞ്ഞാറ് താഴെ ലിംഗായത്തുകൾ. BJPക്ക് ശക്തമായ മേഖലയാണിത്. തെക്ക് വൊക്കലികളും കിഴക്ക് മുഴുവൻ SC വോട്ടർമാർ കൂടുതലുള്ളതും കോൺഗ്രസിന്റെ ശക്തമായ മേഖലയുമാണ്. എന്നാൽ ജാതി കൂടാതെ ഒരുതരം ഗ്രാമനഗര വിഭജനമുണ്ട്. BJP കൂടുതൽ ശക്തമായ നഗര പാർട്ടിയാണ്. അവരുടെ വോട്ടുകൾ നോക്കിയാൽ BJPക്ക് ഗ്രാമങ്ങളിൽ 45% വോട്ടും നഗരങ്ങളിൽ 55% വോട്ടും ലഭിക്കുമ്പോൾ കോൺഗ്രസ് നേരെ മറിച്ചാണ്. ഗ്രാമങ്ങളിൽ 70%, നഗരങ്ങളിൽ നിന്ന് 30% വോട്ടുകൾ. തീർച്ചയായും JDS ഏതാണ്ട് പൂർണ്ണമായും ഒരു ഗ്രാമീണ പാർട്ടിയാണ്. അതിനാൽ നിങ്ങൾ കർണാടകയിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങൾ നിങ്ങൾ കണ്ടെത്തും. വളരെ വിശാലമായി പറഞ്ഞാൽ ബോംബെ കർണാടകയിൽ BJP വളരെ ശക്തമാണ്. പടിഞ്ഞാറ് JDS നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ വളരെ ശക്തമാണ്. കിഴക്ക്, വടക്കുകിഴക്ക്, ഹൈദരാബാദ്, കർണാടക എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ശക്തമാണ്. അതാണ് ഇവിടെ വിശാലമായ രാഷ്ട്രീയ വിഭജനം. അതുകൊണ്ട് ഒരു മേഖലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുന്നത് എന്ന തെറ്റായ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതെ, എല്ലാ മേഖലയിലും എപ്പോഴും മത്സരമുണ്ടെങ്കിലും ആധിപത്യമുള്ള പാർട്ടിയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറ് നിങ്ങൾക്ക് വൊക്കലികൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു നിശ്ചിത അളവിൽ കോൺഗ്രസ് ഉണ്ട്. അതുപോലെ ബോംബെ കർണാടകയിൽ നിങ്ങൾക്ക് ഇപ്പോഴും BJP ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് കോൺഗ്രസുമുണ്ട്. എന്നാൽ ആധിപത്യ പാർട്ടി സാധാരണയായി വ്യക്തമാണ്. ജാതി കൂടാതെ ഈ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ഘടകം മുസ്ലിം സമുദായവും മുസ്ലിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ 4% സംവരണവുമാണ്. ഇപ്പോൾ അത് 25 വർഷം മുമ്പായിരിക്കാം സംഭവിച്ചത്. അന്നു മുതൽ ഇത് നടപ്പാക്കപ്പെടുന്നു. സുപ്രീം കോടതി ഇത് അംഗീകരിച്ചു. പക്ഷേ പ്രധാനമന്ത്രി ഇത് വളരെ ശക്തമായി ഉന്നയിക്കുകയും മുസ്ലിം താൽപ്പര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിരയിൽ എന്ന് പറയുകയും ചെയ്യുന്നത്. അതിനാൽ മുസ്ലിങ്ങൾക്കുള്ള ഈ 4% സംവരണത്തെക്കുറിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. നിങ്ങൾ മുസ്ലിങ്ങൾക്കുള്ള സംവരണം ഉയർത്തണമെന്ന് അവർ പറയുന്നു. താങ്കൾ ഹിന്ദു വിരുദ്ധനാണ്. ഇല്ല, അത് പൂർണ്ണമായും തെറ്റാണ്. തികച്ചും വ്യാജം. 30 വർഷമായി മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട്. 984 മുതൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം. എന്തുകൊണ്ടാണ് അവർ നിശബ്ദത പാലിക്കുന്നത്? 2008 മുതൽ 23 വരെ അവർ അധികാരത്തിലായിരുന്നു. അവർ എന്ത് ചെയ്യുകയായിരുന്നു? BJP സർക്കാരിന്റെ അവസാന വർഷം, അതായത് ബസവരാജ് ബൊമ്മൈ, ഈ 4% സംവരണം അദ്ദേഹം റദ്ദാക്കി. മുസ്ലിം നേതാക്കൾ സുപ്രീം കോടതിയിൽ പോയി. ഇതിനായി തൽസ്ഥിതി തുടരുമെന്ന് ബസവരാജ് ബൊമ്മൈ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബൊമ്മൈ സർക്കാർ തന്നെ തൽസ്ഥിതി തുടരുമെന്നും അവർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി എന്തിനാണ് കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. വോട്ടുകൾ ധ്രുവീകരിക്കാൻ വേണ്ടി. മുസ്ലിംകൾക്കെതിരെ പിന്നാക്ക സമുദായങ്ങളെ സ്ഥാപിക്കാൻ, പിന്നാക്ക സമുദായ വോട്ടുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ കള്ളം മെനയുന്നത്. എന്നാൽ കർണാടകയിൽ മുസ്ലിം ഹിന്ദു ബന്ധം നല്ലതാണോ? ഇത് നല്ലതാണ്. കർണാടകയിലെ മിക്കയിടത്തും. കർണാടകയിൽ അത് വളരെ നല്ലതാണ്. കർണാടകയിൽ ക്രമസമാധാന നില വളരെ മികച്ചതാണ്. ഇവിടെ ക്രമസമാധാനം പ്രശ്നമാണെന്ന് അവർ പറയുന്നു. ഇല്ല, ഒരു പ്രശ്നവുമില്ല. ക്രമസമാധാന നില വളരെ മികച്ചതാണ്. രാജ്യത്ത് കർണാടകയാണ് 1ാം സ്ഥാനത്ത്. അതിനാൽ ഈ 4% സംവരണ പ്രശ്നം, മുസ്ലിം പ്രശ്നം കർണാടക മാത്രമല്ല, പ്രധാനമന്ത്രി പെട്ടെന്ന് തുടങ്ങി ആദ്യഘട്ടത്തിന് ശേഷം അമിത് ഷാ അത് രാജ്യത്തുടനീളം വളരെ ശക്തമായി ഉയർത്തി. കർണാടകയിലെ ഒരു പഴയ പ്രശ്നമാണെന്നത് നിങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് അവർ ഇത് കൊണ്ടുവന്നത്. കർണാടകയിൽ അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കരുതാത്തതിനാലാണ് അവർ ഇപ്പോൾ അത് ഉയർത്തുന്നത്. ദേശീയ തലത്തിൽ അത് അവരുടെ പ്രധാന പ്രശ്നമായി മാറിയെന്ന് ഞാൻ കരുതുന്നു.
മുസ്ലിം സംവരണത്തെക്കുറിച്ചും കോൺഗ്രസിന് മുസ്ലിം ലീഗ് പ്രകടന പത്രിക എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിലെ BJP പ്രചാരണത്തിലെ പ്രധാന പ്രേരകശക്തിയായി അത് മാറിയെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഫലിച്ചില്ലെന്നാണ് മായ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ബൊമ്മെ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതി പോയി. പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒരിക്കൽ പരാജയപ്പെട്ടപ്പോൾ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഉയർത്തുന്നത്? ആ വിഭജനം സൃഷ്ടിക്കാനാണ് അവർ ഇവിടെ ശ്രമിക്കുന്നത്. തീരദേശ കർണാടകത്തിൽ നിർഭാഗ്യവശാൽ പടിഞ്ഞാറൻ ഭാഗത്ത് സംഘർഷമുണ്ട്. നിർഭാഗ്യവശാൽ സമുദായങ്ങൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉയർത്തിക്കാട്ടുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. കർണാടകയിലെ ഒരു കോളേജിൽ യുവാവ് യുവതിയെ കൊലപ്പെടുത്തിയ വളരെ ദാരുണമായ കുറ്റകൃത്യം അടുത്തിടെ ഉണ്ടായി. പുരുഷൻ മുസ്ലിമായിരുന്നു, സ്ത്രീ ഹിന്ദുവായിരുന്നു. BJPയും അതുപയോഗിക്കുന്നു. പാർട്ടി തലവൻ കൂടിയായ JP നദ്ദ ഇറങ്ങി വന്ന വീട്ടുകാരോട് സംസാരിക്കുകയും ലവ് ജിഹാദ് എന്ന വാക്ക് അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ മുഴുവൻ മുസ്ലിം ഘടകത്തെയും ഉയർത്താൻ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ശ്രമിക്കുന്നു. വിരോധാഭാസമെന്നു പറയട്ടെ, അവരുടെ സഖ്യകക്ഷിയായ ദേവഗൌഡ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ സംവരണം മുഴുവൻ വന്നത്. അത് ഈയിടെ ഉണ്ടായ കാര്യമല്ല. ആ കഫേയിലെ ഈ സ്ഫോടനവും രാമേശ്വരം കഫേ. അവർ വീണ്ടും പറയുന്നത് ക്രമസമാധാനവും മുസ്ലിം തീവ്രവാദികളുമാണ്. കൂടാതെ ഭരണഘടന മതപരമായ സംവരണം നൽകുന്നില്ലെന്ന് BJP പ്രവർത്തകർ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണമല്ല. ആർക്കും വീഴാവുന്ന സാമ്പത്തിക ദുർബല വിഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണമാണിത്. കഴിഞ്ഞ ദിവസം ആരോ ഞങ്ങളോട് പറഞ്ഞതിൽ നിന്ന് ഒരു സാമൂഹിക പരിഷ്കർത്താവായ ഈ നിലവിലെ രാജ മൈസൂരിന്റെ മുത്തച്ഛനാണ് ആ സംവരണം 80-100 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ അത് മതസംവരണം പോലെ അതേ വിഭാഗത്തിൽപ്പെട്ടതല്ല. സാമ്പത്തിക ദുർബല വിഭാഗങ്ങളിൽ ഒന്നാണിത്. അങ്ങനെയാണ് അവർക്ക് ഈ സംവരണം ലഭിച്ചത്. ഈ സംസ്ഥാന സർക്കാർ നൽകിയ 5 ഉറപ്പുകൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവയെല്ലാം ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മോദിയുടെ ഉറപ്പും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മോദിയുടെ ഉറപ്പുകൾക്കെതിരെ കർണാടക 5 ഉറപ്പുകളാണ്. ആരാണ് ആരെയാണ് പകർത്തുന്നത്? ആരാണ് കർണാടകയിൽ കൂടുതൽ ഫലപ്രദം? നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ അറിയാം. ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയാൽ അത് പാവപ്പെട്ടവരുടെ ക്ഷേമമായി മാറും. മറുകക്ഷി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൗജന്യങ്ങളും സ്വപ്പുകളുമാണ്. ഞാൻ കരുതുന്നു കർണാടകയിൽ ആ ഉറപ്പുകളിലൂടെ കോൺഗ്രസ് ശരിക്കും വഴി നയിച്ചുവെന്ന് ഞാൻ കരുതുന്നു. അത് വളരെ നന്നായി പോയി. അതിനോടുള്ള പ്രതികരണമെന്ന നിലയിലാണ് പ്രധാനമന്ത്രി മോദി വാഗ്ദാനങ്ങളുടെ സ്വന്തം പതിപ്പ് അവതരിപ്പിച്ചത്. കർണാടകയിലെങ്കിലും കോൺഗ്രസ് വിജയിച്ചതിനെയാണ് BJP പിന്തുടരുന്നതെന്ന് ഞാൻ കരുതുന്നു. സ്ത്രീകൾക്ക് സൗജന്യ ബസ് പാസുകൾ നൽകുമെന്ന് കുമാരസ്വാമി പറഞ്ഞിട്ടുണ്ട്. അത് അതിശയകരമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് സ്ത്രീകൾക്ക് പൊതു ഇടങ്ങൾ കൈവശപ്പെടുത്താനും അവർക്ക് ആവശ്യമുള്ളിടത്തേക്ക് പോകാനും അനുവദിക്കുന്നു. ഇത് സ്ത്രീകളെ വഴിതെറ്റിക്കുന്നു, ഗ്രാമീണ സ്ത്രീകളെ വഴിതെറ്റിക്കുന്നുവെന്നും കുമാരസ്വാമി പറഞ്ഞു. അതിന് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. പക്ഷേ കോൺഗ്രസാണ് അതിൽ മുന്നിലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ വക്രം. യഥാർത്ഥത്തിൽ അതിൽ പലതും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ സൂചിപ്പിച്ചു. ഫീൽഡിൽ അത് ശരിയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. കൂടാതെ പല സ്ത്രീ കർഷകരും യഥാർത്ഥത്തിൽ പ്രതിമാസം ആ 2000 രൂപ ലഭിക്കുന്നുണ്ട്. അത് 5 ഗ്യാരണ്ടികളിൽ ഒന്നാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നതു മുതൽ പ്രതിമാസം 2000 രൂപ ലഭിച്ചു. പണം ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഹലോ, അവൾക്ക് സർക്കാരിൽ നിന്ന് 2000 രൂപ കിട്ടിയോ? 2000 രൂപ കിട്ടുന്നുണ്ടോ? അതെ, എനിക്ക് അത് ലഭിക്കുന്നു. സർക്കാരിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ട്? 2000 രൂപ. 2000 രൂപ. 2000 രൂപ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ? എനിക്കും 2000 രൂപ കിട്ടുന്നുണ്ട്. എനിക്കും 2000 രൂപ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മായ പറയുന്നത് പോലെ ഇതൊരു സൗജന്യമാണോ എന്ന കാര്യത്തിൽ ഇരു പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. BJPയും ഇത് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഇത് സൗജന്യമാണ്, സൗജന്യമാണ്, സൗജന്യമാണെന്ന് ശ്രീ ആർ. അശോകൻ പറയുന്നു. അതെ, മോദി കർണാടകയിൽ പ്രചാരണം നടത്തിയതിനു ശേഷം BJPയിലേക്ക് ഒരു ചാഞ്ചാട്ടമുണ്ടായി. എന്നാൽ കോൺഗ്രസിലെ ആളുകൾ സംസ്ഥാന വിഷയങ്ങൾ മാത്രമാണ് ഉയർത്തിക്കാട്ടുന്നത്. അവർ ദേശീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവർ പ്രധാനമന്ത്രിയെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. സൗജന്യവും 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 മാത്രം. 5 സൗജന്യം കർണാടക സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അതാണ് കോൺഗ്രസിന്റെ തന്ത്രം. എന്നാൽ ഞങ്ങൾ ദേശീയ വിഷയങ്ങളാണ് ഉയർത്തുന്നത്. ആരാണ് നിങ്ങളുടെ നേതാവ്? എന്റെ നേതാവ് മോദിയാണ്. നിങ്ങളുടെ നേതാവ് എന്താണ്? നിങ്ങളുടെ നേതാവിനെ കാണിക്കൂ. കർണാടകത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ നിങ്ങൾക്ക് ക്യാപ്റ്റന് വേണം, നല്ല ക്യാപ്റ്റൻ. ഞങ്ങൾക്ക് നല്ലൊരു ക്യാപ്റ്റനുണ്ട്. നിന്നെക്കുറിച്ച് പറയൂ. അതാണ് കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നിൽ നാം ഉയർത്തുന്ന ചർച്ചാ വിഷയം. ഇവിടെ ഞങ്ങൾ സിദ്ധരാമയ്യോട് ചോദിച്ചു.
കർണാടകയിലെ ജനങ്ങളെ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞങ്ങളുടെ ഗ്യാരണ്ടികൾ 5 ഗ്യാരണ്ടികൾ. നോക്കൂ, ഞങ്ങൾ 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 ഉറപ്പുകൾ നടപ്പാക്കുമെന്ന് ഞങ്ങൾ കർണാടകയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 8 മാസം കൊണ്ട് 5 ഉറപ്പുകളും കർണാടക സർക്കാർ നടപ്പാക്കി. ഇത് കർണാടകയിലെ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനാൽ ഇത് സിദ്ധരാമയ്യയുടെ 5 ഉറപ്പുകളും മോദിയുടെ ഉറപ്പുമാണ്. മോദി ഗ്യാരണ്ടി ഇല്ല. മോദി ഗ്യാരണ്ടികൾ പൊള്ളയായ ഉറപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മറ്റൊരു വിചിത്രമായ സൂചകമാണ് BJP അതിന്റെ സിറ്റിംഗ് MP-മാരെ ഒഴിവാക്കി എന്നതാണ്. വാസ്തവത്തിൽ അതിന്റെ സിറ്റിംഗ് MP-മാരിൽ 60% വീണ്ടും നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അവരെ ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ സിറ്റിംഗ് MP-മാരെ അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കുന്നത് നല്ല ആശയമാണോ? സിറ്റിംഗ് MLA-മാർ പുതിയ MLA-മാരേക്കാൾ മികച്ചവരാണോ, അതോ MLA ആകാൻ ശ്രമിക്കുന്ന പുതിയ സ്ഥാനാർത്ഥികളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണോ എന്ന് ഞാൻ കരുതുന്ന 35,000-ത്തിലധികം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ 25 വർഷം പരിശോധിച്ചു. യഥാർത്ഥത്തിൽ സിറ്റിംഗ് സ്ഥാനാർത്ഥികളുടെ റെക്കോർഡ് ഏതൊരു പുതിയ സ്ഥാനാർത്ഥിയേക്കാളും മികച്ചതാണെന്ന് ഡാറ്റ കാണിക്കുന്നു. ഈ വിജയശതമാനം സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ച തവണകളുടെ എണ്ണം 50%-ആണ്. അതേസമയം പുതിയ സ്ഥാനാർത്ഥികൾ 37% വിജയിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അപ്പോൾ ദോറാബ് അവരുടെ 60% MP-മാരെയും അവർ ഒഴിവാക്കി. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്? മിസ്റ്റർ മോദി മറ്റൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. MP-മാരെ വെറുതെ വിടുകയല്ല. അദ്ദേഹം മധ്യപ്രദേശിൽ ചെയ്തത് നോക്കൂ. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ രാജ്യസഭയിൽ നിന്ന് മന്ത്രിമാരെ കൊണ്ടുവന്നു. അതിനാൽ ഇത് മറ്റൊരു തരമാണ്. അത് പഴയ കാര്യമല്ല. കഴിഞ്ഞ തവണ എന്നെ ഇത്തവണ ഇറക്കി വിട്ടു. അതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ടെന്ന് ഞാൻ കരുതുന്നു. കർണാടക താൻ പ്രശ്നം കാണുന്നു. അതിനാൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് 2-3 പേരെ ലഭിച്ചു. അദ്ദേഹത്തിന് 2-3 മുഖ്യമന്ത്രിമാരുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് ശരിക്കും ഉയർന്ന ശക്തിയുള്ള ഒരു ചീട്ടാണ്. കാരണം 370-ലെത്താൻ അയാൾക്ക് വിജയിക്കേണ്ടതുണ്ട്. ആ സീറ്റുകൾ ജയിക്കേണ്ടതുണ്ട്. ഇതൊരു ആസൂത്രിത നീക്കമാണെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു സാധാരണ പാർട്ടിയുടെ സ്ഥിരം നീക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഡൽഹിയിലും ഇത് ചെയ്തു. ഞാൻ അർത്ഥമാക്കുന്നത് 7 ശരികളിൽ 6 അവർ ഉപേക്ഷിച്ചു. MP-മാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇപ്പോൾ കൂടുതൽ ശക്തരായ ആളുകളെ ആവശ്യമാണെന്ന് കരുതി അവർ അത് രാജസ്ഥാനിലും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെയുള്ള ഒരു ആസൂത്രണം ഇതിനു പിന്നിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ BJP MP-മാർക്കെതിരെ കോൺഗ്രസ് ആരോപിക്കുന്നതും അല്ലെങ്കിൽ അവർ കേന്ദ്രത്തിൽ പോയി സംസ്ഥാനത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നതും വയലിൽ കാണുന്നതും ഒന്നും ചെയ്തില്ല എന്ന കാര്യവുമുണ്ട്. ഇവിടെയും അതിലൂടെയും ആളുകൾക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെ സമീപിക്കാം. ശരിയാണ്. അതിന്റെ ഒരു ഭാഗമാണോ എല്ലാ MP-മാർക്കും എതിരെ ഭരണവിരുദ്ധതയുണ്ടെന്ന ഭയം, അതോ അവരെ മാറ്റി പുതിയതായി ആരെങ്കിലും വരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം? കാരണം 5 വർഷമായി ആളുകൾ MP-മാരെ കണ്ടിട്ടില്ല. അതോ അതിലുപരിയായി ആളുകൾക്ക് ഇപ്പോൾ അവിടെ സ്വന്തം ആളുകളെ ആവശ്യമുണ്ടോ? കഴിഞ്ഞ തവണ 28-ൽ 25 BJP നേടിയത് കൊണ്ടാകും. അതെ, അവർക്ക് ഇനി അത് ചെയ്യാൻ കഴിയില്ല. അതെ. അതിനാൽ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് അവർക്ക് അറിയാവുന്ന ചില സീറ്റുകളുണ്ട്. അതിനാൽ പുതിയ മുഖം പരീക്ഷിക്കാം. മാത്രമല്ല, ഭാരതം പറഞ്ഞതുപോലെ കർണാടകയിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇവിടെ കോൺഗ്രസിന്റെ ഒരു പൊതുവാചകമാണിത്. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ 25 MP-മാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ കാവേരിയെക്കുറിച്ച് സംസാരിക്കാത്തത്? വെള്ളം, വരൾച്ച, ദുരിതാശ്വാസം, നികുതി. കേന്ദ്രത്തിൽ ഇത്രയധികം BJP MP-മാർ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല? BJP MP-മാർ കർണാടകയിലെ MP-മാരില്ലെന്നതാണ് വീണ്ടും വിഷയം. അവർ സെൻട്രൽ ഡൽഹി പാർട്ടിയുടെ ഭാഗം പോലെയാണ്. അതെ, അതെ. ഉത്തരേന്ത്യൻ ഹിന്ദി പാർട്ടിയായാണ് BJPയെ പലയിടത്തും കാണുന്നത്. ദക്ഷിണേന്ത്യയിലെ ബാക്കി തീർച്ചയായും കർണാടക കുറവായിരിക്കാം. പക്ഷേ അതും കാര്യം അവർ മോദിയുടെ MP-മാരാണ്. അവർ കർണാടകയുടെ MP-മാരില്ലായിരിക്കാം. അതാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. അതിനാൽ വീണ്ടും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ ഉപരാഷ്ട്രവാദത്തിന്റെയോ ഫെഡറലിസത്തിന്റെയോ അടിവരയിടുന്ന നീക്കം ബംഗാളിലെ പോലെ പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും, യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും വളരെ ശക്തമാണ്. അതെ, കർണാടക അർത്ഥത്തിൽ വളരെ അസാധാരണമാണ്. ഉദാഹരണത്തിന് ബംഗളൂരു നഗരം. ന്യൂനപക്ഷ ജനസംഖ്യ യഥാർത്ഥത്തിൽ കർണാടകയാണ്. ഒരുപക്ഷെ ജനസംഖ്യയുടെ 30% കർണാടകയാണ്. ഇത് വളരെ അസാധാരണമായ കാര്യമാണ്. പക്ഷേ അത് തീർച്ചയായും ഉയരുന്ന ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായും നിയമങ്ങളുണ്ട്. നിയമങ്ങൾ നിലവിലുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഒരു കന്നഡ സൈൻ ബോർഡ് ഉണ്ടായിരിക്കണം. പക്ഷേ സംസ്ഥാനം നൽകുന്നതൊന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനം നൽകുന്നതിന്റെ ന്യായമായ വിഹിതം അവർക്ക് ലഭിക്കുന്നില്ല. അത് ഇപ്പോൾ ഉയർന്നുവരുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് ഈ BJP ഇവിടുത്തെ വോട്ടർമാരുടെ തെറ്റായ വശത്തെ ഈ രാജ്യത്ത് ഉത്തരേന്ത്യയുടെ ഒരു ഭാഗത്തിന്റെ മധ്യഭാഗമായും കേന്ദ്ര സംസ്ഥാന ബന്ധത്തിന്റെ ഭാഗമായും MP-യെ കാണുന്നു. കർണാടക വിഷയത്തിൽ അവർ ഒന്നും പറഞ്ഞില്ല.
അവർ പാർലമെന്റിൽ കർണാടകയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആളിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അശോകൻ ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കർണാടക എന്ന് ജനങ്ങൾ പറയുന്നു. നിങ്ങൾ റവന്യൂ മന്ത്രിയായിരുന്നു, അത് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് 10ാമത്തെ ഉയർന്ന വരുമാനം ലഭിക്കും. ശരിയാണോ? അതിനാൽ നിങ്ങൾ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ധനസഹായം നൽകുന്നു. കർണാടക നൽകുന്ന പണത്തിൽ നിന്ന് മതിയായ പണം തിരികെ ലഭിക്കാത്തത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടോ? വളരെ നല്ല ചോദ്യം ഞാൻ കരുതുന്നു. അതുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസുകാർ ചോദിക്കുന്നു, നമ്മുടെ നികുതി പണം കർണാടക സംസ്ഥാനത്തിന്. തെരഞ്ഞെടുപ്പിലും അവർ നൽകുന്ന മുദ്രാവാക്യം അതാണ്. ബംഗളൂരുവിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് വരുമാനത്തിന്റെ 65% ബംഗളൂരുവിൽ നിന്ന് മാത്രം. ബംഗളൂരുവുകാർ ചോദിച്ചാൽ പണം സംസ്ഥാനം, ജില്ല, കേന്ദ്ര സർക്കാർ, വിദേശനയം, സൈന്യം, വ്യോമസേന, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അവർ അത് നോക്കണം. ഓരോന്നും അർത്ഥമാക്കുന്നത് നമ്മുടെ ഭരണഘടന അംബേദ്കർ അംഗങ്ങൾ, പൗരന്മാർ അല്ല, പ്രദേശം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഉത്തർപ്രദേശിൽ കൂടുതൽ ആളുകളുണ്ട്. ബീഹാർ ആകട്ടെ കൂടുതൽ ആളുകളുണ്ട്. സ്വാഭാവികമായും ഫണ്ട് ഇപ്പോൾ പോകും, അല്ലെങ്കിൽ ഇപ്പോഴില്ല. കഴിഞ്ഞ 50 വർഷമായി അത് ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും പോകുന്നു. അപ്പോൾ എന്തായാലും അടിവരയിട്ട് എന്താണ്? ഈ തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുന്നത്? സർവേകൾ എന്താണ് പറയുന്നത്? മറ്റ് സൂചകങ്ങൾ എന്താണ് പറയുന്നത്? ചുരുക്കത്തിൽ ഇത് ഇതുപോലെയാണ്. കർണാടകയിൽ ആകെയുള്ള 28 സീറ്റുകൾ ഓർക്കുക. എൻഡിക്ക് 22ഉം ഇന്ത്യക്കോ കോൺഗ്രസിനോ 6, 22 മുതൽ 6 വരെ ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. 70% ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായ വോട്ടെടുപ്പ് വർഷങ്ങളായി നമ്മൾ കണ്ടു. ഈയിടെ ഛത്തീസ്ഗഡിൽ എല്ലാം 100% തെറ്റായിരുന്നു. അവരെല്ലാം പ്രവചിച്ചത് കോൺഗ്രസ് വിജയിക്കുമെന്നും വാസ്തവത്തിൽ BJP വിജയിക്കുമെന്നും. അതിനാൽ ഡൊറബ് പറയുന്നത് പോലെ എല്ലാം നിങ്ങൾ ഒരൽപ്പം സംശയത്തോടെ എടുക്കണം. എന്നാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രവചിക്കുന്നവരായി നിങ്ങൾ മറ്റൊരു പ്രവചനം നോക്കിയാൽ അത് NBക്ക് 12 സീറ്റുകളിലേക്കും കോൺഗ്രസിനോ ഇന്ത്യക്കോ 16 സീറ്റുകളിലേക്കും വിരൽ ചൂണ്ടുന്നു. അതിനാൽ പോസ്റ്ററുകളും ഗ്രൗണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പ് വോട്ടർമാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചുവടെയുള്ള വരി നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ശരാശരി എടുക്കുക. ഇല്ലെന്ന് കരുതുന്നു. ഞങ്ങൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു, ജനങ്ങളുമായി സംസാരിച്ചു. അഭിപ്രായ വോട്ടെടുപ്പുകളുടെ ശരാശരി കൂടുതൽ വിശ്വസനീയമാണെന്ന് തീർച്ചയായും തോന്നുന്നില്ല. ഈ 5 ഗ്യാരണ്ടികൾ അഭിപ്രായത്തിന്റെ അടിത്തറ ഉയർത്തിയതായി ഞാൻ കരുതുന്നു. മാത്രമല്ല ഇത് വളരെ പുതിയതാണ്. 2 വർഷത്തിന് ശേഷം എനിക്ക് നിങ്ങളെ 5 വർഷമായി ലഭിച്ചു എന്നല്ല. അതിനാൽ ഞാൻ എന്തു പറയും? അത് പുതിയതാണ്. അതിനാൽ എല്ലാവർക്കും അത് ലഭിക്കുന്നു. ഇത് ഇന്ത്യക്ക് അനുകൂലമാകുമെന്ന് ഞാൻ കരുതുന്നു. അത് വളരെ നല്ല പോയിന്റാണ്. നിങ്ങൾ ആളുകളോട് സംസാരിച്ചാൽ അവർ പറയുന്നത് ഇത് വളരെ കടുപ്പമേറിയ പോരാട്ടമാണ്, വളരെ അടുത്ത പോരാട്ടമാണ്. അതൊരു വഴിയിലോ മറ്റേതെങ്കിലുമോ നമ്മുടെ പ്രിയപ്പെട്ട വഴിയിൽ പോകുമോ എല്ലാം ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ കൂടുതൽ ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുക. എന്തും സംഭവിക്കാമെന്നാണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഒന്നുമല്ല. അവർ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ അടുത്തായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായ വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് പോലെ അത്ര വലിയ വിടവ് ഉണ്ടാകില്ല. മായ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏത് ദിശയിലാണ് കാറ്റ് വീശുന്നത്? ആളുകളെ പ്രചോദിപ്പിക്കുന്ന പ്രധാന കാര്യം എന്താണ്? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതും ഡോറാബും ഇപ്പോൾ ഊന്നിപ്പറഞ്ഞ ഒരു പ്രധാന ഘടകം, ഈ 5 ഗ്യാരണ്ടികൾ. അതാണോ താക്കോൽ? BJPയുടെ വീക്ഷണത്തിൽ അവർക്ക് എന്താണ് പ്രധാനം? കാറ്റ് BJPക്ക് അവർക്കുള്ളതിനേക്കാൾ കുറവ് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ സന്ധ്യയുടെ കാര്യത്തിൽ അവർക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ഇതിലും മികച്ചത്? സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസിനേക്കാൾ. എന്നാൽ അവർക്കുണ്ടായിരുന്നത് നഷ്ടപ്പെടും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വിഷയം സംസ്ഥാനവും സംസ്ഥാനത്തിന്റെ ആവശ്യവുമാണ്. കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി മോദിയും കേന്ദ്രത്തിലെ BJPയും കർണാടകയിലെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. വരൾച്ച, നികുതി, ഇവിടുത്തെ വ്യവസായങ്ങളിൽ തദ്ദേശീയരുടെ തൊഴിലവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ പ്രേരിപ്പിക്കുന്നത് അതാണ് അവർ തള്ളുന്നത്. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയായ മോദി ഘടകത്തിനൊപ്പമാണ് BJP ശരിക്കും പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. വിദേശത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ അത് എങ്ങനെ വലിയ പങ്ക് വഹിക്കുന്നു? അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ബോധത്തിൽ അത് തീർച്ചയായും എങ്ങനെ വർദ്ധിച്ചു എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ശ്രമിക്കുന്നു. അവർ പ്രധാനമന്ത്രി മോദിക്കെതിരെ ഒരുപാട് കളിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. വിദേശത്തുള്ള ഇന്ത്യയുടെ ഈ ചിത്രം വ്യക്തികളെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒന്നല്ലെന്നും എന്നാൽ അത് കാര്യമായി തോന്നുന്നുവെന്നും ഞങ്ങൾ കണ്ടെത്തി. അത് വളരെ രസകരമാണ്. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പിനും സ്റ്റാർട്ടപ്പ് കാര്യങ്ങൾക്കും ഇത് പ്രാധാന്യമർഹിക്കുന്നു. അതെ, ആ വഴിക്ക് കാര്യമുണ്ട്. ശരി, അതാണ് കർണാടകയുടെ കൗൺഡൗൺ. ബാംഗ്ലൂരിലെ നാഷണൽ ലോ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയവും ഹൃദ്യവും പ്രോത്സാഹജനകവുമായ ഇടപെടലുകളിൽ ഒന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ഈ ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കൂ. നമ്മുടെ രാജ്യത്തെ യുവാക്കളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നു.
ചിലപ്പോഴൊക്കെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ സ്വയം ഏറ്റെടുക്കേണ്ടത് ഒരു വലിയ ബാധ്യതയാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ അഭിപ്രായങ്ങൾ കൂടുതൽ ഇരുണ്ടതാണ്, മാത്രമല്ല കൂടുതൽ നിഷേധാത്മകവുമാണ്. കാരണം ഞാൻ നിരന്തരം പൊരുതുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ ദശകത്തിൽ ഭൂരിപക്ഷവാദത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും വിയോജിപ്പുകളിലേക്കും മാറിയെങ്കിൽ മറ്റൊരു 5 വർഷത്തിനുള്ളിൽ അത് എങ്ങനെയായിരിക്കും? മറ്റൊരു 10 വർഷത്തിനുള്ളിൽ അത് എങ്ങനെയിരിക്കും? കാരണം അത് കൂടുതൽ വഷളാകാൻ പോകുന്നു. അതുപോലെ അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി അധികാരത്തിൽ തുടരാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യും. അതിനർത്ഥം എതിർപ്പിനെ വെട്ടിക്കുറക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ ഭാവി എങ്ങനെയായിരിക്കും, ഇന്ത്യയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. ഉയർന്നുവരുന്ന ഒരു സാധാരണ കാര്യം ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, അത് വളരെ നിയമപരമായ ചോദ്യമാണ്. അതിനാൽ മാധ്യമങ്ങളെ നാലാമത്തെ തൂണായി കരുതുക. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഈ അന്വേഷണ ഏജൻസികളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI എന്നിവയെല്ലാം നാലാമത്തെ ബ്രാഞ്ച് എന്നറിയപ്പെടുന്ന ഒന്നിന്റെ ഭാഗമാണ്. അതിനാൽ ഇവ അന്വേഷണാത്മക നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ട ഏജൻസികളാണ്. അവർ ഒരു നിഷ്പക്ഷ പരിശോധനയായിരിക്കണം. ചില പരിശോധനകൾക്കും ബാലൻസുകൾക്കും ഗ്യാരണ്ടി നൽകുന്നതിനാൽ അവയെ ഗ്യാരണ്ടി സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ അവരുടെ പങ്ക് വളരെ സംശയാസ്പദമാണ്. അത് സജീവമായി പ്രതിഫലിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അത് ജനാധിപത്യത്തിന്റെ ആത്മവിശ്വാസത്തിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. 21 തെരഞ്ഞെടുപ്പ് കാലത്ത് പശ്ചിമ ബംഗാളിൽ ഒരു ടൈം ഉണ്ടായിരുന്നു, തിന്മയും കുറഞ്ഞ തിന്മയും തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു രക്ഷകനില്ല. തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളെല്ലാം രാമക്ഷേത്രത്തെക്കുറിച്ചാണ്. ഹിന്ദുവാണോ മുസ്ലിമാണോ, നിങ്ങൾ ഏത് പക്ഷത്താണ്? അത് വികസനത്തിന്റെ കാര്യമല്ല. ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് 500 രൂപ നൽകുമെന്ന ഒരു കക്ഷി പറഞ്ഞാൽ ഒരു മാസം ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ നൽകുമെന്ന മറ്റൊരു പാർട്ടി പറയുന്നു. തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള മുഴുവൻ വിവരണവും ആർക്ക് ഏത് താൽപര്യ ഗ്രൂപ്പിന് എന്ത് നൽകാൻ കഴിയും, അല്ലാതെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തെക്കുറിച്ചോ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചോ അല്ല. തെരഞ്ഞെടുപ്പിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു എന്നതാണ് പ്രധാനം, അല്ലാതെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനമല്ല. മാധ്യമസ്ഥാപനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയരുത്. ചില നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രീതിയിലായിരിക്കണം നിയമങ്ങൾ പ്രയോഗിക്കുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് എന്ന് പറയുകയാണെങ്കിൽ അവർ നിർണായക പങ്ക് വഹിക്കുന്നു. നിർണായക വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് ചില സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത്, അത് ജനാധിപത്യത്തിന് എതിരാണ്. ഗൗതം പാട്ടിയ ഒരു ഭരണഘടനാ നിയമ പണ്ഡിതനായിരുന്നു. ജുഡീഷ്യൽ എസ്കേപ്പിസം എന്ന പദം ഉപയോഗിച്ചു. റഫറൻസ് ഗ്യാരണ്ടീഡ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കൽ, ചെക്കുകളും ബാലൻസുകളും ജോലിയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും സ്ഥാപനമാണ്. ഇതില്ല ജോലി, ഇതില്ല നിയോഗം എന്ന് പറഞ്ഞ ഒരു നടപടിയും സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ പലരെയും നിങ്ങൾ കാണും. ഈ ഒളിച്ചോട്ടം കഴിഞ്ഞ ദശകത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ഉറപ്പുനൽകേണ്ട അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ ഉറപ്പുനൽകുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുമെന്ന് ഞാൻ പറയും. കാരണം നിയമനിർമ്മാണ സഭയോ എക്സിക്യൂട്ടീവോ ആയ ഒരു പ്രത്യേക സ്ഥാപനത്തെ അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാനും തീരുമാനിക്കാനും നിങ്ങൾ അനുവദിക്കുന്നു. ചില ഉത്തരവാദിത്ത സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആരും അവരെ പരിശോധിക്കുന്നില്ല. ഈ സ്ഥാപനങ്ങൾ കാണിക്കുന്ന ഒളിച്ചോട്ടം കാരണം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ പൊതുസംവാദം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ആ വരിയിൽ ചിലത് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. അത് മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ പ്രാദേശിക ജനതക്കോ എന്റെ നാടിന്റെ വളർച്ചക്കോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രസക്തമല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചോ ആണ്. എന്റെ പ്രാദേശിക മേഖലയുടെ വളർച്ച. എന്റെ പ്രദേശത്ത് എത്ര കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ചുവെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. എവിടെയോ എന്താണ് നിർമ്മിച്ചത്, ഏത് ക്ഷേത്രമാണ് നിർമ്മിച്ചതെന്ന്. അതിനാൽ പൊതുവ്യവഹാരം രൂപപ്പെട്ട രീതി ഒരു പ്രശ്നമാണ്. എന്റെ ഭാവിയെക്കുറിച്ച് ജുഡീഷ്യറിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ആ സ്ഥാനത്തായിരിക്കുമ്പോൾ എപ്പോൾ ഞാൻ കേസുകൾ തീർപ്പാക്കും എന്നതിനെക്കുറിച്ചാണ്. എനിക്ക് എന്റെ മേൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുക എന്നതാണ്. അതിനാൽ അത് ശരിക്കും ആശങ്കാജനകമാണ്. കാരണം ഞങ്ങൾ ആ ചിന്താഗതി വളർത്തിയെടുത്തു. ചില്ലിംഗ് ഇഫക്റ്റ് എന്ന ഈ ആശയം ഞാൻ കണ്ടു. ആളുകൾക്ക് പറയാൻ കഴിയുന്നതും പറയാൻ കഴിയാത്തതുമായ കാര്യങ്ങളിൽ വലിയ ഭരണകൂട ഇടപെടൽ കാണുമ്പോൾ ഭരണകൂട പ്രതികരണത്തെ ഭയക്കുന്നതിനാൽ ആളുകൾ സ്വയം നിയന്ത്രിക്കുന്നത് നിങ്ങൾ കാണുന്നു. അതിനാൽ പ്രത്യേകിച്ചും മാധ്യമ സ്ഥാപനങ്ങളിൽ ഇത് തീർച്ചയായും പ്രവർത്തനത്തിൽ വരുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു മാധ്യമ സ്ഥാപനം ഇപ്പോൾ തങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ എവിടേക്കാണ് അയക്കുന്നത്? അവർ ജയിലിലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനനഷ്ട കേസോ മറ്റൊരു വക്കീൽ നോട്ടീസോ പിടിപെടാതിരിക്കാൻ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം അത് എങ്ങനെ നിയമത്തെക്കുറിച്ചില്ല, അത് പ്രക്രിയയെക്കുറിച്ചാണ് എന്നതാണ്. എന്താണിതിനർത്ഥം? നിയമപ്രകാരം ശിക്ഷാർഹമായ കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. ഈ ശിക്ഷയെ പ്രായോഗികമോ പ്രാപ്യമോ ആക്കുന്ന പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്രക്രിയ തന്നെ അതിൻ്റെതായ ശിക്ഷയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് പൗരന്മാരുടെയും പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങളുടെയും മനസ്സിൽ ഒരുതരം തടസ്സം സൃഷ്ടിക്കുന്നു.
കാരണം ഇപ്പോൾ അവർ ഉപയോഗിച്ചതോ ആഗ്രഹിക്കുന്നതോ ആവശ്യമുള്ളതോ ആയ ഫീൽഡുകൾ പര്യവേക്ഷണം ചെയ്യാൻ അവർക്ക് കഴിയില്ല. ജയിലിൽ പോകേണ്ടിവരുമെന്നോ വളരെ ശക്തമായ ഒരു സ്ഥാപനവുമായി തർക്കത്തിലേർപ്പെടുമെന്നോ ഉള്ള ഉത്കണ്ഠ വിലമതിക്കുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ സ്വതന്ത്രമാകുമെന്ന് പ്രതീക്ഷിക്കാൻ പ്രയാസമാണ്.